ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്നറിയാം, ഇന്നാണ് നമ്മളെ ക്ലബിൻ്റെ വാർഷികാഘോഷം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ ഞാൻ നമ്മുടെ മുത്തമ്മേൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ വന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടെ ഉള്ള ഈ പ്രാക്ടീസൊക്കെ ഞാൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെല്ലാം വന്നു ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, കുട്ടികളുള്ള ഒരുപാട് കുട്ടികൾ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. അവരൊക്കെ വേറെ വേറെ കുട്ടികൾ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവർ മാത്രമേ പഠിപ്പിക്കാനുള്ള കുട്ടികളായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിയും പാറും സിദ്ധുവും ദിവമോളും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. മക്കൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പം കുഞ്ഞുനും ചെയ്യണം കേട്ടോ. അവർ കളിക്കുന്ന പോലെയൊക്കെ കളിച്ച് നോക്കും. പക്ഷെ അവന് സ്റ്റേജിൽ കയറ്റാൻ പറ്റില്ല, കാരണം ഇടയിലിരുന്ന് കളിക്കുമ്പോൾ വേണമെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ബാക്കിയുള്ളവരും കൂടെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവനെ സ്റ്റേജിലൊന്നും കയറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവരെ കൂടെ അങ്ങനെ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവനും ഇരുന്ന് കളിച്ച് നോക്കണം. അപ്പോൾ ദീപമോൾ എത്തിയിട്ടില്ല, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പുണ്ണിയും സിദ്ധുവും പാറും കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോവാണ് കേട്ടോ. സ്റ്റേജെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജിൽ നമുക്ക് ട്രയലായിട്ടൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് ഡാൻസൊക്കെ ഒന്ന് പെർഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് കുട്ടികളൊക്കെ കൂട്ടി പോവാണ് കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് പേടി മാറി കിട്ടുമല്ലോ. പെട്ടെന്ന് സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങോട്ട് നിൽക്കണം എങ്ങോട്ട് തിരിയണമെന്നൊന്നും അറിയാണ്ട് ഉള്ളൊരു പേടി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കളിപ്പിച്ച് നോക്കണം. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്ന് ഇവിടുന്ന് എന്താ പറയുന്നത് കളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് കേട്ടോ. സ്റ്റേജ് ഓപ്പൺ സ്റ്റേജാണ്. പിന്നെ ഇവിടെ പന്തലൊക്കെ വലിയ പന്തൽ കെട്ടിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, മഴ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കുളമായി പോകും. അതുകൊണ്ട് മുൻകൂട്ടി ഞങ്ങൾ പന്തലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായി സ്റ്റേജിൽ കയറിയിട്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണിയോ എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അവരും നന്നായിട്ടിരുന്ന് കളിച്ചിരുന്നു. പിന്നെ ഒരു ചെറിയൊരു പേടിയും ചമ്മലും ഉണ്ടായിരുന്നു എല്ലാവരും മുന്നിൽ നിൽക്കുമ്പോൾ. നമ്മുടെ അപ്പുണ്ണിക്ക് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊരു ചെറിയ മടിയോട് കൂടിയിട്ടാണ് കളിച്ചത്. പക്ഷെ അവരെയും കാട്ടി നന്നായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി അപ്പുറം നിന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു മടിയും ഉണ്ടായില്ല കേട്ടോ അവന്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്റ്റേജിൽ കയറിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. ഇനി ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആവും. നമുക്ക് വൈകുന്നേരമാണ് പ്രോഗ്രാം കേട്ടോ. അങ്ങനെ ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പന്തലും വലിയ പന്തലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും നനയരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല സെറ്റപ്പിലുള്ള പന്തലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കസാര സംഭവങ്ങളെല്ലാം വരും. പിന്നെ ഇപ്പുറം സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡ്രസ്സിങ് റൂം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ അവിടെ നിന്നൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഒരുവിധം കുട്ടികളെല്ലാം പ്രോഗ്രാമിന് വന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിൽ കാണുന്നില്ലെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്ന് ഡാൻസൊക്കെ കളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മെഡൽ സെറ്റാക്കാനും പിന്നെ അവർക്ക് കഴുത്തിലിടാൻ വേണ്ടിയിട്ട്, അതായത് ക്ലബിലെ മെമ്പേഴ്സിനൊക്കെ കഴുത്തിലിടാൻ വേണ്ടിയിട്ടൊരു ടാഗും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ഇവിടെ ഇരുന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇടാനുള്ള സമ്മാനമാണ് മെഡൽ കേട്ടോ. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പരിപാടി രാത്രിമഴ 2024 സത്യം പറയുകയാണെങ്കിൽ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ പിന്നെ വാർഷികാഘോഷം ആഘോഷിക്കുന്നത് കേട്ടോ. ഞാനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്, അതായത് 10ാം ക്ലാസ് വെക്കേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇവിടെ എന്താ പറയുന്നത് വാർഷികാഘോഷം ആഘോഷിച്ചിട്ടുണ്ടായത്. പിന്നെ അതിനുശേഷം ഇവിടെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ലാസ്റ്റായിട്ട് സ്റ്റേജിലും കയറിയത് കേട്ടോ, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ +1 +2 ഒന്നും ഡാൻസ് കളിച്ചിട്ടും ഉണ്ടായില്ല, സ്റ്റേജിൽ കയറിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇപ്രാവശ്യമാണ് നമ്മൾ ഈ പരിപാടിക്കാണ് ഞാൻ എത്രയോ ഇടവേളകൾക്ക് ശേഷം, അതായത് ഒരു 10-11 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ടെൻഷനൊക്കെ എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഇതേ രാത്രിത്തേക്കുള്ള ചോറൊക്കെ വെക്കുകയാണ്. എല്ലാവരും ഇന്ന് ഇവിടെ മുത്തമ്മൻ്റെ അവിടെ നിന്നായിരിക്കും ഭക്ഷണം എല്ലാം കഴിക്കുന്നത്, കിടക്കുന്നതൊക്കെ മുത്തമ്മൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള വൈകുന്നേരം തന്നെ എല്ലാം സെറ്റാക്കി വെച്ച് ഞങ്ങൾ പോകും കേട്ടോ. പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ നാത്തുമാരൊക്കെ ഭയങ്കര പണിയിലാണ്. പിന്നെ എല്ലാവരും ഉണ്ട്, അമ്മയും മുത്തമ്മയും അതുപോലെ തന്നെ ചിന്നിച്ചിച്ച് എല്ലാവരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചായ വെക്കുന്നത് നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്, സൗമ്യ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അവരും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചായ എല്ലാം വെച്ച് ഇവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ശരണേച്ചി ആണെങ്കിൽ ചിക്കൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. ചിക്കൻ കറിയും ചെറിയൊരു
സാമ്പാറൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാളയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷർനേച്ചി കേട്ടോ. പിന്നെ ചിന്നി ചേച്ചി ആണെങ്കിൽ ഇതേ ചിക്കനെല്ലാം സെറ്റാക്കുന്നുണ്ട്, എരിഞ്ഞ് കഴുകി വൃത്തിയാക്കാനൊക്കെ നോക്കുന്നുണ്ട്. ബോൾഗേച്ചിയാണെങ്കിൽ ഒരേ പാത്രം കഴുകലിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണികൾ എടുക്കുന്നുണ്ട് തന്നെ പെട്ടെന്ന് പണികൾ സ്പീഡായി കഴിയുന്നുണ്ടായിരുന്നു. ഇവിടെ ഉപ്പേരിക്കുള്ളെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ആകെ ചെയ്തൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5 ഉരുളക്കിഴങ്ങിന് തൊലി കളഞ്ഞു കൊടുത്തു ഗൈസ്. അത് മാത്രമേ ഞാൻ ചെയ്തത്. പിന്നെ അടുപ്പ് കത്തിച്ച് ചോറിന് അരിയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. മൂത്തുമ്മ ഇവിടെ ചിന്നി ചേച്ചിക്കും എല്ലാവർക്കും ഉള്ള ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് ജസ്റ്റ് ചൂടാറ്റിയിട്ടാണ് ചായ എടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഷർനേച്ചി സവാളയൊക്കെ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികൾ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ ഫോണും തൂക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വലിയ പരിപാടിയും ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ദിവമോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ സിംഗിൾ ഡാൻസിനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിംഗിളും ഗ്രൂപ്പിനും ഉണ്ട് അവൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം ഇവിടെ എന്താ പറയുന്നത്, അരിയലും പിടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ കുക്ക് ചെയ്തെടുക്കണം. ഒരു ഭാഗത്ത് ചായ കുടിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പാത്രം കഴുകുന്നുണ്ട്. പിന്നെ ക്യാമറ കണ്ടപ്പോൾ സൗമേച്ചി മക്കളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് ഓടുകയാണ് അവർ കേട്ടോ. പിന്നെ ചിന്നി ചേച്ചിയാണ് ഒരേ ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊടികളും എല്ലാം ഇട്ട് നമ്മൾ ഇങ്ങനെ അടുപ്പത്തങ്ങ് വെക്കുകയാണ്. പിന്നെ പച്ചവെളിച്ചെണ്ണ ഒഴുക്കിയായിരിക്കും എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ. ചിന്നി ചേച്ചി നന്നായി ഫുഡ് ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചിന്നി ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിന്. പിന്നെ ഒരു കോഴിക്കോട് ടേസ്റ്റാണ്. ആൾ കോഴിക്കോട് ബാലുശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതേ ഉപ്പേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും കുക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സൗമേച്ചി ചെറിയൊരു ബ്യൂട്ടീഷ്യൻ കൂടെയാണ്. അപ്പോൾ സൗമേച്ചി വന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളെ ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം സിനിമാറ്റിക് ഡാൻസ് ആണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വിദ്യയാണെങ്കിൽ ദീപമോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഒരുക്കി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരുക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് സുഭാഷയുടെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വ്ളോഗ് കുടുങ്ങി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ അപ്പോഴത്തേക്കും പറഞ്ഞു ഡയറി മറന്നിട്ടുണ്ടോ, ഒന്ന് ഡയറി കൊണ്ടുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും ഒരേ പിരിയിലായിരുന്നു കേട്ടോ. അവരെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇവിടെ ഏകദേശം ഓരോരുത്തർ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കും ബിന്ദലാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി സെറ്റായി. ഏകദേശം ഒരു 6-6:30 ആവാനായി കേട്ടോ. ഇനി ഞങ്ങൾ നേരെ സ്റ്റേജിലേക്ക് നടക്കുകയാണ്. പിന്നെ ഷർനേച്ചിനെ കാത്തിക്കുകയാണ് കേട്ടോ. പിന്നെ ഷർനേച്ചിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരേ വെച്ച് പിടുത്തം കുറച്ച് നടന്നാൽ മതിയല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ദേ സ്വാഗതം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊരു മഴ പെയ്തിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നല്ലൊരു മഴ പെയ്തു. പരിപാടിയെല്ലാം കുളമാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല പെയ്തിട്ട് മഴ നമ്മളൊരു ടൈം ആയപ്പോൾ തന്നെ മഴ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വാഗതം ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനമായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ കാലവും ഈ ഒരു പ്രദേശ രൂപം കൊണ്ട രീതിയും എല്ലാം കൂടെ കാണിക്കുന്നൊരു അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങൾ ഇവിടെ നന്നായിട്ട് ഒരുങ്ങി ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോണും പിടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒതുക്കി പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഒരുങ്ങി വന്ന് പിന്നെ ഡാൻസ് പഠിപ്പിച്ച് ചേച്ചിമാരെല്ലാം എല്ലാവരും ഒരുക്കി വിട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദീപമോക്ക് സിംഗിൾ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവൾ ആദ്യം ഈ ഒരു കോസ്റ്റ്യൂമിലാണ് ചെയ്യുന്നത്. അതിന് ശേഷം വേണം അവൾക്ക് ഗ്രൂപ്പ് ഡാൻസിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇടാൻ കേട്ടോ. അങ്ങനെ അവൾ ഒരുങ്ങി സെറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ദീപമോളുടെ ഡാൻസ് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. രണ്ടാമത്തെ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ദീപമോൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ നല്ലോണം കളിച്ചിറങ്ങിയതിന് ശേഷം ഓരോ കുഞ്ഞുങ്ങളായിട്ട് സിംഗിൾ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു രസമായിരുന്നു. പിന്നെ മഴ നമുക്ക് വേണ്ടിയിട്ട് കാലാവസ്ഥയും മഴയെല്ലാം നമുക്ക് വേണ്ടി കണ്ണടച്ച പോലെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉച്ചത്തെ മഴയെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിട്ടോ. പരിപാടിയെല്ലാം കൊളായെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ ദൈവഭാഗ്യം പോലെ മഴ പിന്നെ ഒന്ന് നിന്ന് തന്നിട്ടോ. പിന്നെ ചെറുതായിട്ടൊരു ചാറലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടായില്ല കേട്ടോ. എന്തോ ഭാഗ്യം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ നന്നായി ഡാൻസ് കളിച്ച് നമ്മുടെ അപ്പുണ്ണിയും സിദ്ധും ദിവ്യമോളും പിന്നെ പാറും എല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഉഷാറുണ്ടായിരുന്നില്ലെങ്കിൽ സ്റ്റേജിൽ കയറിയപ്പോൾ അവർ നന്നായിട്ട് കളിച്ചിട്ടോ. പിന്നെ ചെറിയ രീതിയിൽ ടൈമിംഗ് ഒക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കളിച്ച് എല്ലാ മക്കളും നല്ല ഉഷാറായിട്ട് തന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ എന്താ പറയുക ഡാൻസ് എല്ലാം പഠിപ്പിച്ച് നമ്മൾ ഇവിടുത്തെ തന്നെ കുറേ കുട്ടികളൊക്കെ ചേർന്നിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത് കേട്ടോ. ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത എല്ലാവരും നന്നായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ എന്താ പറയുന്നത് പ്രാക്ടീസ് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം നമുക്ക് സ്റ്റേജിൽ കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു നമ്മളത്.
ഒരു 8:30-ക്ക് ശേഷം ഇവിടെ പിന്നെ ഗസലായിരുന്നു കേട്ടോ, ഗസൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെയും കുട്ടികളെ കലാപരിപാടികളൊക്കെ തുടർന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളെ പരിപാടികളെല്ലാം പെട്ടെന്ന് എന്താ പറയുക നേരത്തെ തന്നെ അവർ ഉറങ്ങും വിചാരിച്ചിട്ട് എന്താ പറയുന്നത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പരിപാടിയെല്ലാം ഗസലിന് ശേഷമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗസലും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്, ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ 2 നാത്തുമാരുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക അനിയത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസൊക്കെ കളിക്കാറുണ്ട്. അവൾ എന്താ പറയുന്നത് സ്കൂളിലും ഇതേപോലത്തെ ഓരോ പ്രോഗ്രാമിലൊക്കെ കളിക്കാറുണ്ട്. നാത്തുമാരും അങ്ങനെ കളിച്ചിട്ടില്ല. എന്താ വോൾഗേച്ചി ആണെങ്കിലും ഷർണേച്ചി ആണെങ്കിലും ഒക്കെ അങ്ങനെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് കുറേ ഗ്യാപ്പായിട്ടോ. ഞാൻ കയറിയിട്ട് 11 വർഷം തന്നെ ആയിട്ടുണ്ട്, 11 വർഷം കഴിഞ്ഞിട്ടോ. കയറി പാടും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുന്നത് അവിടെ എത്തി കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങളും പെർഫോം ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്തൊരു ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കളിക്കണ്ടേ എന്ന് വിചാരിച്ച് അവസാനം വെച്ച് എന്തായാലും കളിക്കുക, ഇനി കളിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങ് കളിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പിന്നെ ഞാനാണെങ്കിൽ ഈ റീലൊക്കെ ചെയ്യുമ്പോൾ ക്യാമറ ഫേസ് ചെയ്ത് വീഡിയോ ചെയ്യാന്നല്ലാണ്ട് സ്റ്റേജിൽ ഞാൻ പറഞ്ഞില്ല കുറേ ആയി കയറിയിട്ട് 10ാം ക്ലാസ്സിൽ നിർത്തിയതാണ്, പിന്നെ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ നല്ലോണം അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിമിർത്ത് കളിച്ചെന്നാണ് ഞങ്ങളെ വിശ്വാസം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഡാൻസ് കളിച്ച് തീർത്തു ഗൈസ്. അപ്പോൾ ഞങ്ങളുടേതായിരുന്നു ഏറ്റവും ലാസ്റ്റത്തെ പെർഫോമൻസ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പരിപാടിയൊന്നും ഉണ്ടായില്ല. പിന്നെ നല്ല DJ ആയിരുന്നു കുറച്ച് നേരം. പിന്നെ എല്ലാവരും നല്ലോണം ആടി തിമിർത്ത് DJയിലൊക്കെ എന്താ പറയുന്നത് ഇളകി മറിഞ്ഞ് നമ്മളുടെ പ്രദേശം മുഴുവൻ കേട്ടോ. ഞങ്ങളെക്കാട്ടി മുന്നേ എൻ്റെ 2 അനിയത്തിമാരും ഒരു ഡാൻസും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് എൻ്റെ കൂടെ ഇപ്പോൾ കളിക്കുന്ന ആളും പിന്നെ വിദ്യയും കൂടെ ചേർന്നിട്ടായിരുന്നു കളിച്ചിരുന്നത്. അവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊരു ഡാൻസാണ് ഇത് കേട്ടോ. അവർ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല ക്യൂട്ടായിട്ടായിരുന്നു കളിച്ചിരുന്നത്. എനിക്ക് ഈ സാരിയൊക്കെ കൊടുത്ത് കളിക്കാൻ ഭയങ്കര പേടിയാണ്. അവർ നല്ല കോൺഫിഡൻറ്റിൽ നല്ല അടിച്ച് പൊളിച്ച് കളിച്ചിട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ മഴയെല്ലാം മാറി നിന്ന് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. സമയം 1:30 ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ അപ്പുണ്ണി കണ്ടില്ല അവിടെ ഒരേ ഇരുത്താണ്. ഇവിടെ എല്ലാവരും വട്ടത്തിലിരുന്ന് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ 1:30 ഞങ്ങൾ വർത്താനൊന്നും കഴിഞ്ഞില്ല. സിദ്ധു മാത്രം കിടന്നുറങ്ങി, പാറു അവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ കുഞ്ഞും കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. എനിക്കൊരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഡിയ രംഗത്തെ മികച്ച മുന്നേറ്റത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്താ പറയുക ഞാൻ അവാർഡ് വാങ്ങുന്ന ഒരു ഫോട്ടോ കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാൻ. ബൈ, സീ യു.